രാവിലെ നല്ലൊരു മസാല ദോശ കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ കിഴങ്ങൊക്കെ സെറ്റാക്കി മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നടുക്ക് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അടിപൊളിയാണ് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ കേട്ടോ. കടകളിലൊക്കെ ചില കടകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതുപോലെ നന്നായിട്ട് പരത്തി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിനും ആ ചൂടോട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഞാനിപ്പം ഓവറായിട്ട് നെയ്യൊന്നും ഇടുന്നില്ല. ഈ പറഞ്ഞ പോലെ നെയ്യൊക്കെ ടേസ്റ്റ് ആണെങ്കിലും ശരീരം നമ്മുടേതാണല്ലോ. അപ്പോൾ എന്തായാലും മസാലയൊക്കെ സെറ്റാക്കി നമ്മൾ രാവിലത്തെ പരിപാടി അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഹാദുകൂടന് സ്കൂളില്ലായിരുന്നു കേട്ടോ. അവർക്ക് സെൻറ് തോമസ് ഡേ ആയതുകൊണ്ട് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രാവിലെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അതുകൂടെ സ്കൂളില്ലെങ്കിലും എനിക്ക് കടയിലേക്കൊക്കെ പോകണം കേട്ടോ. രാവിലെ ഭക്ഷണം താമസിച്ചായെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷഡുപടേന്ന് തീർത്തിട്ട് ഞാൻ വേഗം കടയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ പാതി വഴി വരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എന്നെ ഉപേക്ഷിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു യൂബർ ഓട്ടോയും എടുത്തിട്ട് നേരെ നമ്മൾ കടയിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ബസ്സിലിറങ്ങി പിന്നെ കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ സമയം താമസിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോയിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ചെന്ന് നമ്മൾ പൊതിച്ചോറ് കെട്ടലിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. കണ്ടെയ്നർ ചോറൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പൊതിച്ചോറ്, വെജ് പൊതിച്ചോറ്, പിന്നെ നമ്മുടെ സാധാ പൊതിച്ചോറ് ഓരോന്നും ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് തിരക്കായി. പിന്നെ വൈകുന്നേരം പോയപ്പോഴത്തേക്കിനും ഞാനിതാ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രിയദർശിനി ബസ് കാണുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഒരു 3-4 അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്കും വന്നൂടാ ഒരു പ്രിയദർശിനി ബസ്. അപ്പോൾ ഞാനും ചാടി അതിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പയ്യെ അങ്ങ് എത്തുള്ളൂ കേട്ടോ. പ്രൈവറ്റ് ബസ്സൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ അങ്ങ് എത്തും. എന്നാലും ഞാൻ ആദ്യമായിട്ട് കയറുന്നല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തില്ല ഇതിന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉമ്മീനെയും കൊണ്ടുവന്ന് കാണിക്കാൻ കേട്ടോ. ദേമി ഞാൻ പ്രിയദർശിനി കയറി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോൾ ഹാദുക്കുട്ടൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഞാനും അതെടുത്ത് കഴിച്ചു കേട്ടോ. ഏതാണ്ട് കൊറിയൻ നൂഡിൽസാണ്, സ്പെഷ്യലാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കൂടെ ഇച്ചിരി കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം നമ്മളിനി നമ്മുടേതായിട്ടുള്ള ഞം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്ന് രാവിലെ വെച്ച കറികൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. ഞാൻ നല്ല മാന്തൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തേങ്ങ അരച്ച് വെച്ചത്. ഇത് പുഴയിലെ മാന്തലാണ്, നമ്മുടെ കടയിൽ വാങ്ങിക്കുന്ന ചുമന്ന മാന്തലല്ല, കറുത്ത മാന്തലാണ് കേട്ടോ. പുഴയിൽ നിന്ന് കിട്ടുന്നത് കറുത്ത കളറിലുള്ള മാന്തലാണ്. നല്ലൊരു മുട്ട പൊരിച്ചതും പിന്നെ പാവയ്ക്ക മെഴുക്കുരുട്ടിയും മാന്തൽ പൊരിച്ചതും നല്ല മാന്തൽ കറിയുമായിട്ട് നല്ല തേങ്ങ അരച്ച കറിയുമായിട്ട് ഞാനിങ്ങനെ കുഴച്ച് കഴിച്ചു കേട്ടോ. കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു, അതെടുത്തില്ല. കടയിൽ തിരക്ക് കുറവാകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇരുന്ന് കഴിക്കും കേട്ടോ. നല്ല തിരക്കുണ്ടെങ്കിൽ ആ തിരക്കിൻ്റെ ഇടക്ക് പോരുന്ന് കഴിക്കാനും പറ്റില്ല. എല്ലാം കഴിയുമ്പോഴത്തേക്കിനും 6 തണുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ മൂട് പോകും.